സ്വാഗതം ടെന്നിസ്. നമസ്കാരം. ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ കാർ പോർച്ച് അതിനൊരു പ്രത്യേക സ്ഥലം നമ്മൾ നോക്കേണ്ട, പ്രത്യേക ഒരു ഏരിയ നോക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇപ്പം എന്താ അറിയോ, ഈ ഒരുപാട് ആൾക്കാർ ഈ ഒരു സംശയങ്ങൾ എപ്പോഴും ചോദിക്കുന്നു. പണ്ട് നമ്മുടെ വീടുകളിൽ വീടിനകത്തോട്ട് ചേർത്തായിരിക്കും പണ്ട് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം പലപ്പോഴും ആൾക്കാർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു വണ്ടിയല്ല, മക്കൾ ഉപയോഗിക്കുന്നവരുണ്ടാവും, അല്ല കൊച്ചുമക്കളുണ്ടാവും. അപ്പോൾ അങ്ങനെ വാഹനങ്ങളുടെ എണ്ണം കൂടി. പണ്ട് ഒരു വീട്ടിലൊരു വണ്ടി ഉണ്ടാവും. ഇപ്പം ആൾക്കാർക്ക് ഇപ്പം കൺഫ്യൂഷനാണ്. കാരണം ഇത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ കിട്ടും. അതല്ല, ഒരു കാർ പോർച്ച് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ടുള്ള സ്ഥാനത്തും കൃത്യമായിട്ടുള്ള കണക്കിലാണെങ്കിൽ നമുക്ക് ഗുണഫലങ്ങൾ ഒരുപാട് കിട്ടും. ചില വീട്ടിൽ കണ്ടില്ലേ, ഏത് വണ്ടി എടുത്താലും ആക്സിഡൻ്റ് ആയിരിക്കും. ഏത് വണ്ടി എടുത്താലും ആക്സിഡൻറ്റ് വിട്ടു മാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മിക്കവാറും അതിൻ്റെ കാർ പോർച്ചിൻ്റെ കണക്കിലോ കാർ പോർച്ചിനോ സ്ഥാനത്തിനോ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ലാൻഡിന് ഭാഗമായിട്ട് ബന്ധപ്പെട്ടോ പ്രശ്നങ്ങൾ കാണും. നമ്മളൊരു കാർ പോർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വടക്ക് ദർശനമായിട്ടുള്ള വീടാണെന്ന് വെച്ചോ. വടക്ക് ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് കാർ പോർച്ച് ചെയ്യാൻ പറ്റും. ഇനി ഈസ്റ്റ് ദർശനമായിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് കാർ പോർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ സൗത്ത് ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് കാർ പോർച്ച് ചെയ്യാൻ പറ്റും. വെസ്റ്റ് ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ അതിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് കാർ പോർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അത് നോർത്ത് വെസ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഓരോ ദിക്കനുസരിച്ചാണ്. പക്ഷേ സൗത്തിലോട്ട് ഫേസ് ചെയ്യുന്ന വീടുകളിൽ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാർ പോർച്ച് വരാൻ പാടില്ല. അതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് വരാൻ പാടില്ല. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാർ പോർച്ച് കൊടുക്കാം. അതുപോലെ ഈ കാർ പോർച്ച് ചെയ്യുന്ന സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വീടിനോട് ചേർത്ത് നമ്മുടെ മതിലിൻ്റെ ഭാഗത്തോ അല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഈ കാർ പോർച്ചിൻ്റെ അകത്തെ അളവ് കൃത്യമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഫെങ്ഷു അനുസരിച്ച് നമ്മുടെ കാർ പോർച്ചിലൊക്കെ വെക്കുന്ന എലമെൻറ്റുകളുണ്ട്. അത് ഏത് ദിക്കാണോ പോർച്ച് വരുന്നത് അതനുസരിച്ച് ആ എലമെൻസിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അതിന് മാച്ചാവുന്ന പഞ്ചഭൂതങ്ങളെയൊക്കെ നമ്മൾ അവിടെ ക്രമീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു പവർഫുള്ളാവും. കുറച്ചുകൂടി കാർ പോർച്ച് പവർഫുള്ളാവും. നമ്മൾ ചിലപ്പം ഒരു കൊച്ചു വണ്ടിയായിരിക്കും നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹം നമുക്ക് അന്ന് അത് വാങ്ങിക്കാനുള്ള കാശുള്ളൂ വെച്ചു. പക്ഷേ നമുക്ക് കാലം മാറുന്നതിനനുസരിച്ച് വണ്ടിയുടെ എണ്ണം കൂടണം, വണ്ടിയുടെ റോയൽ വണ്ടികൾ എടുക്കണം. അപ്പോൾ അതെടുക്കണമെങ്കിൽ കാർ പോർച്ച് ഒരു മെയിൻ ഘടകമാണ്. അതിൻ്റെ സ്ഥാനം, അതിൻ്റെ കണക്ക്, അതിൻ്റെ ഐശ്വര്യം, അതിൻ്റെ ചുറ്റുകണക്ക്, ഇതെല്ലാം നോക്കി വന്നു കഴിയുമ്പം നമുക്കത് പോസിറ്റീവാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള യോഗങ്ങളുണ്ടാവും. അതേസമയം കാർ പോർച്ചിൻ്റെ സ്ഥാനം കറക്റ്റല്ല, കാർ പോർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാമേജുകളോ വാസ്തു ഡിഫക്റ്റുകളോ വന്നു കഴിഞ്ഞാൽ ഏത് വാഹനം എടുത്താലും തട്ടും മുട്ടോ ആക്സിഡൻറ്റുകളും, വണ്ടിക്ക് പണി, അല്ലെങ്കിൽ വണ്ടി ഓടുന്ന വഴിക്ക് കേടാവുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കാർ പോർച്ചിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും.